പാഠ്യപദ്ധതിയിലെ കാവ്യവൽക്കരണം നടപ്പാക്കാൻ ഒരുങ്ങി മധ്യപ്രദേശിലെ ബി.ജെ.പി. സർക്കാരും. സ്കൂൾ കോളേജ് തലങ്ങളിൽ പാഠ്യപദ്ധതിയിൽ ശ്രീരാമന്റെയും ശ്രീകൃഷ്ണന്റെയും അടക്കം വിവരങ്ങൾ ഉൾപ്പെടുത്തണമെന്ന് മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവ്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിലെ യോഗത്തിലാണ് തീരുമാനം. രാജ്യത്തെ വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കാനുള്ള ബി.ജെ.പിയുടെ നീക്കങ്ങളുടെ തുടർച്ചയാണ് മധ്യപ്രദേശിലും നടപ്പിലാക്കുന്നത്. സ്കൂൾ കോളേജ് തലങ്ങളിലെ പാഠ്യപദ്ധതിയിൽ ശ്രീരാമന്റെയും ശ്രീകൃഷ്ണന്റെയും വിവരങ്ങൾ ഉൾപ്പെടുത്തി കരിക്കുലത്തിൽ മാറ്റം കൊണ്ടുവരുമെന്നാണ് മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവിന്റെ പ്രഖ്യാപനം. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ വിദ്യാഭ്യാസ പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ചേർന്ന യോഗത്തിലാണ് തീരുമാനം. ശ്രീരാമനും ശ്രീകൃഷ്ണനും ആദരണീയരായ വ്യക്തികളാണെന്നും അവരുടെ പൈതൃകവും സംസ്കാരവും സംബന്ധിച്ച് വിദ്യാർത്ഥികളിൽ ബോധവൽക്കരണം നടത്തുന്നതിന്റെ ഭാഗമായാണ് പാഠ്യപദ്ധതി പരിഷ്കരിക്കുന്നതെന്നാണ് മധ്യപ്രദേശ് സർക്കാരിന്റെ പൊള്ളവാദം. ഇതിനു പുറമെ രാംപഥ് ഗമൻ, കൃഷ്ണപഥ് ഗമൻ എന്നീ പദ്ധതികളും നടപ്പിലാക്കുമെന്നും യോഗത്തിൽ തീരുമാനമായി. NCERTയിൽ നിന്ന് ബാബറി മസ്ജിദ് സംബന്ധിച്ച വസ്തുതകൾ നീക്കം ചെയ്യുകയും പകരം അയോധ്യ രാമക്ഷേത്ര വിഷയത്തെ ഉൾപ്പെടുത്തുകയും ചെയ്തതിനു പിന്നാലെയാണ് നടപടി. ചരിത്രത്തെ വെട്ടിനീക്കി മിത്തുകളെ പ്രതിഷ്ഠിക്കാനുള്ള BJP അജണ്ടയാണ് ഇതിന് പിന്നിലെന്ന വിമർശനമാണ് ശക്തമാകുന്നത്. കൈരളി ന്യൂസ്, ദില്ലി.